നമസ്കാരം. ഔദ്യോഗികമായോ ഔപചാരികമായോ സംഘടനാപരമായോ ഉയർന്ന ഒരു സ്ഥാനത്ത് എത്തിച്ചേരുന്നത് വെറും മെറിറ്റ് കൊണ്ട് മാത്രം ആകണമെന്നില്ല. ഭാഗ്യം ഉൾപ്പെടെ പല ഘടകങ്ങളും അതിന് പിന്നിലുണ്ടാകും. ആ സംവിധാനത്തിൽ താഴോട്ടുള്ള വിവിധ തട്ടുകളിലുള്ളവരോട് വിനയത്തോടെയും അധികാരഗർവ് കാണിക്കാതെയും പെരുമാറുക എന്നത് മാന്യതയും മര്യാദയുമാണ്. എന്നാൽ ഇങ്ങനെ മാന്യത കാണിക്കുന്നവർ ആദ്യം പാവം എന്ന് വിശേഷിക്കപ്പെടുന്നു. തുടർന്നത് അയ്യോ പാവം എന്നാകും. പിന്നെ ദുർബലൻ, കഴിവില്ലാത്തവൻ എന്നൊക്കെ പ്രചരിപ്പിക്കും. അവരോട് കൂടുതൽ സ്വാതന്ത്ര്യം എടുത്തു തുടങ്ങും. പിന്നെ സ്വാതന്ത്ര്യം അതിര് കടക്കുകയും അച്ചടക്ക ലംഘനത്തിലേക്ക് വഴുതി മാറുകയും ചെയ്യും. മാന്യതയും വിനയവും നല്ല പെരുമാറ്റവും മനുഷ്യത്വത്തിന്റെ പേരിൽ നൽകുന്ന പരിഗണനകളും കഴിവില്ലായ്മയായും ദൗർബല്യമായും ചിത്രീകരിക്കപ്പെടുന്നത് എത്ര നിർഭാഗ്യകരമാണ്. നല്ലവരായ എത്രയോ ഭരണാധികാരികൾ, മേലധികാരികൾ, നേതാക്കന്മാർ ഈ നന്മയുടെ പേരിൽ കഴിവില്ലാത്തവരായി മുദ്ര കുത്തപ്പെട്ട് വിധി എഴുതപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. അധികാരഗർവും അടിച്ചമർത്തലും അഹംഭാവവും മനുഷ്യത്വമില്ലായ്മയും മുഖമുദ്രയാക്കിയവർ ശക്തരായ ഭരണാധികാരികളായി വാഴ്ത്തപ്പെടുകയും ചെയ്യുന്നു. ഇതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്?